അപ്പോ ഞാനിനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കുട്ടിക്ക് പോവാം. ആക്സിഡന്റ് നടന്ന സമയവും സ്ഥലവും അതൊന്ന് കുറിച്ചു കൊടുത്തേക്ക്. CCTV ഫുട്ടേജസ് പോലീസ് ട്രേസ് ചെയ്തോളും. നീ എന്താ ഈ നേരത്ത് വർമ്മസാറിന്റെ അടുത്ത് പോയില്ലേ? ആ പോയി. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അതിന് വന്നൊഴുകി കയറിയതാ. ശ്രീ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ശ്രീ ഇന്ന് എവിടെയെങ്കിലും പോയോ? ആ, അവളൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരുന്നു. എന്തേ? ആണോ? ആണോടി? കൂട്ടുകാരുടെ വീട്ടിലാണ് പോയത്? അത് ഏട്ടാ, ഞാൻ... നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. ആ പാർക്കിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു. പാർക്കിൽ വെച്ചോ? ആ, പാർക്കിൽ വെച്ച്. ഇവള് മാത്രമല്ല, ഹരീഷും ഉണ്ടായിരുന്നു. പറയടി, എന്താ നീ അവനും തമ്മിലുള്ള ഏർപ്പാട്? പറ. പാർക്കിലേക്ക് വെച്ച് കാണാനും മാത്രം എന്താ അവനുമായിട്ടുള്ള ബന്ധം? പറ. ആ, അങ്ങനെ ചോദിക്ക് രാജു. ഓ, അപ്പൊ നിങ്ങൾക്കും അതറിയാം? അറിയാം. ഞങ്ങളുടെ മോന്റെ പുറകെ ഇവള് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. രാജുവിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതൊക്കെ അറിയാം. രാജു മാത്രമേ ഇത് അറിയാനുള്ളൂ. രാജു അറിയാതിരിക്കാൻ ഇവരൊക്കെ അത് മറച്ചു വയ്ക്കുകയായിരുന്നു. അവനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. സൗകര്യമുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് അവനൊരു വിവാഹം നടക്കണം. ഇവള് കാരണം അത് നടക്കില്ലെന്നാ തോന്നുന്നേ. ഇവരീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹരീഷിനെ എനിക്കിഷ്ടമായിരുന്നു. ഹരീഷിന് എന്നെയും ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. അമ്മ പറഞ്ഞു നമുക്ക് മോഹിക്കാൻ പറ്റിയ ബന്ധമല്ലെന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ഹരീഷിനോട് പറഞ്ഞതുമാണ്. എന്നിട്ട് ഇന്ന് കണ്ടതോ? ഇന്ന് കണ്ടതും അത് പറയാൻ വേണ്ടി തന്നെയാ. എല്ലാം മറന്ന്, എല്ലാം ഉപേക്ഷിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഹരീഷിനോട് പറഞ്ഞു. രാജുവേട്ടാ, എനിക്ക് ശ്രീയെ ഇഷ്ടമാണ്. അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും ഞാൻ ശ്രീയെ കല്യാണം കഴിക്കും. ശ്രീയെ മാത്രമേ കല്യാണം കഴിക്കൂ. ചെറുക്കന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇത്രയല്ലേ വളർന്നോളൂ, എന്നിട്ട് അവന്റെ സംസാരം കേട്ടില്ലേ? എടാ, ഞങ്ങൾ ഈ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്മയ്ക്ക് വേണ്ടി? പണം മാത്രമാണ് അമ്മയുടെ നന്മ. പണത്തിന് വേണ്ടിയിട്ടാ അമ്മ ശ്രീയെ തള്ളി പറയുന്നേ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട, ശ്രീയെ മതി. രാജുവേട്ടാ, ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. പണത്തിന് വേണ്ടി ഈ ബന്ധത്തെ തള്ളി പറയുന്ന എന്റെ അമ്മയുടെ വാക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കരുത്. പിന്നെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുക, ഒന്നുകിൽ നിങ്ങളുടെ സമ്മതത്തോടെ എന്റെയും ശ്രീയുടെയും വിവാഹം നടക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളേക്ക് ഉപേക്ഷിച്ച് വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവും. നോക്കിക്കോ. അങ്ങനെ വേണ്ടി വന്നാ പിന്നെ അച്ഛനുമായോ അമ്മയുമായോ ഒരു ബന്ധം ഉണ്ടാവില്ല. കണ്ടില്ലേ ചെക്കന്റെ അഹങ്കാരം? രാധമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ രുക്മിണിയമ്മേ? പലവട്ടം ഞാൻ രുക്മിണിയമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ. എന്നിട്ടും
ഒരു കരയിലും എത്തിയില്ലല്ലോ. അമ്മ വാ, അച്ഛനും വാ. ഇതിനൊരു കരയിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇത് നടക്കാൻ രാജുവും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? പറയാം. ആദ്യം ഇതൊരു കരയ്ക്കടുക്കൂ നോക്കട്ടെ. വാ അച്ഛ, വാ അമ്മേ. വാ. അവരുടെ മുമ്പിൽ വെച്ച് എന്തൊരു പ്രകടനമായിരുന്നു. നിനക്ക് ആ പെണ്ണിനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നീ വീടും കുടിയൊക്കെ വിട്ടു പോവുന്നു അല്ലടാ? എന്താടാ നിനക്കിപ്പോ നാവിറങ്ങി പോയോടാ? അമ്മേ, അവനൊരു മുറിവേറ്റ സിംഹ, പിന്നെ കോലിട്ട് കുത്തല്ലേ. നിനക്ക് നോവും, നീയും മോശമല്ലല്ലോ. അമ്മേ, നമുക്കും രാജുവിന്റെ വീട്ടുകാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ നീ പറ. അച്ഛനറിയോ? അറിയെങ്കിൽ പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പൊന്നു മോളെ. ഓ, ആ എന്നാ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് പണമുണ്ട്, അവർക്കതില്ല. പക്ഷെ നമ്മളെക്കാൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛ അവർക്ക്. സന്തോഷത്തോടുള്ളൊരു ജീവിതമല്ലേ അച്ഛ പണത്തെക്കാളും പ്രതാപത്തെക്കാളും ഒക്കെ വലുത്. അത് സത്യം. എന്റെ മോള് പറഞ്ഞതാ അതിന്റെ സത്യം. പിന്നെ ശ്രീ, അവള് പഠിക്കാൻ മിടിക്കുക, നല്ല സ്വഭാവം. ഇവൻ വലയിട്ടപ്പോ അവള് വീണുപോയി, അത് മാത്രം അവളുടെ ഒരു കുറവ്. നീ അവിടെ പോയി ചൂണ്ടിടുന്ന കണ്ടിട്ടാ ഞാൻ വലയിട്ടത്. ആ അതൊക്കെ പോട്ടെ. ചൂണ്ടയായാലും വലയായാലും ശ്രീയെ കുറിച്ച് ഈ കോളനിക്കാർക്കൊന്നും ഒരു മോശം അഭിപ്രായവും ഇല്ല. പഠിച്ചവള് നല്ല ജോലിയും വാങ്ങും. അമ്മ ഇന്നിപ്പോ ആവശ്യപ്പെടുന്ന സ്ത്രീധനം ഉണ്ടല്ലോ, അത് നിയമവിരുദ്ധ, അറിയോ? അതെ അതെ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ചോദിക്കുന്നതും കുറ്റകരമാണ്. അതെ, അച്ഛന്റെ ഫിനാൻസ് കമ്പനി നടത്തിക്കൊണ്ടുപോവാൻ അവള് മാത്രം മതി. അതുകൊണ്ട് അമ്മ സ്ത്രീധനത്തിന്റെ മറ്റും കടുംപിടുത്തങ്ങൾ വിട്ട് ഇവന്റെ ശ്രീയുടെയും കല്യാണം നടത്താൻ തീരുമാനം എടുക്ക്. രവീടിന് എന്ത് പറയുന്നു? എടോ, മോള് പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്. പണമല്ലല്ലോ രുക്മിണി വലുത്, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ. ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ എന്തെല്ലാം നേടി. അതുപോലെ അവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോ ഐശ്വര്യം താനേ വന്നോളും പുറകെ. ഈ ശ്രീധനം ശ്രീധനം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങുന്ന ഈ പണത്തിന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണുനീരും കാണും. അത് കൊണ്ടുവന്ന് പെട്ടിയിൽ അടച്ചു വെച്ചാ നമുക്ക് ഗുണം പിടിക്കത്തില്ല രുക്മിണി. രവീടിനും അതാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് അതങ്ങ് നടത്താം. അതെ, വരട്ടെ വരട്ടെ വരട്ടെ. അത് ഒറ്റയടിക്ക് അങ്ങനെ നടത്തി കളയണ്ട. ഇവനെ ഇപ്പൊ അങ്ങനെ സൂഹിക്കണ്ട. നിന്നെ എടാ, നീ ഒറ്റയ്ക്ക് വല വലിച്ചോണ്ട് പോയാലേ ചിലപ്പോ എന്റെ ചൂണ്ടയില് രാജു കൊത്തൂല. അമ്മേ, അച്ഛ, പറ മോളെ. 1 രൂപ സ്ത്രീധനം ഇല്ലാതെ ഇവനും ശ്രീയുമായിട്ടുള്ള കല്യാണത്തിനുള്ള സമ്മതം നമ്മൾ അവരോട് പറയുന്നു. പറയും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഹരീഷും ശ്രീയുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ഈ രമ്യയും രാജുവായിട്ടുള്ള വിവാഹത്തിന് രാജു സമ്മതിക്കണം. എന്റെ പൊന്നു മോളെ, നീ എന്റെ മോള് തന്നെയാണോ? എന്തൊരു കാഞ്ഞ ബുദ്ധിയാ നിനക്ക്. അങ്ങനെ പറയണോ അമ്മേ? രാജു സമ്മതിച്ചില്ലെങ്കിലേ ഇവന്റെ കാര്യം കട്ടപ്പോകയാ. അമ്മേ, അതേടാ, നീ മാത്രമായിട്ട് അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നിന്റെ ചെലവിലാണെങ്കിൽ പോലെ എന്റെ കാര്യം കൂടെ നടക്കണ്ടേ?
എന്താ എല്ലാരും കണ്ണീ ടോർച്ചടിച്ച പോലെ നിൽക്കുന്നേ? അല്ല, അല്പം മുമ്പല്ലേ എല്ലാരും കൂടെ ഇവിടെ വന്നിട്ട് പോയത്. വീണ്ടും വന്നപ്പോ എന്താ ഏതാന്നറിയാതെ ഒരങ്കലാപ്പ്. എന്നാ ഒരങ്കലാപ്പും വേണ്ട, കാര്യങ്ങളൊക്കെ കരക്കെടുത്തിട്ടുണ്ട്. ബാക്കി അമ്മ പറയും. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നു കള രാധമേ. ഹരീഷും ശ്രീയായിട്ടുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതം. ശ്രീ സന്തോഷായില്ലേ? സന്തോഷായി. കല്യാണം നടത്തുന്നത് മാത്രമല്ല, ശ്രീയെ തുടർന്ന് പഠിപ്പിക്കാനും ഞങ്ങൾ ഒരുക്കാം. അതിന്റെയൊക്കെ ചെലവുകളും കല്യാണത്തിന്റെ ഉൾപ്പെടെയുള്ള ചെലവുകളും ഞങ്ങൾ നടത്തും. തീർന്നില്ല. ഇതൊക്കെ ഞങ്ങള് ഒരൗദാര്യമായിട്ട് ചെയ്യുന്നതല്ല. കുട്ടികളുടെ ആഗ്രഹം നടക്കണം. കടുങ്കൈക്കൊന്നും മുതിരാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അതൊക്കെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ഞങ്ങളുടെ വിചാരം. സന്തോഷമായി രുക്മിണിയമ്മ. എന്തായാലും കുട്ടികൾ മോഹിച്ചത് നടന്നല്ലോ, സന്തോഷായി. അതെ, കുട്ടികൾ മോഹിച്ചത് നടക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് കുട്ടികൾ രണ്ടാണേ. മോന്റെ ആഗ്രഹം നടക്കുന്നു. അതില് നിങ്ങൾക്കും ഞങ്ങൾക്കും സന്തോഷം. മോൾക്കും അതുപോലൊരു ആഗ്രഹമുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ അതിനും കൂടി ഒരു തീരുമാനം ഉണ്ടാവണം. അതായത് പണ്ടൊക്കെ നടക്കുന്നത് പോലെ ഒരു മാറ്റ കല്യാണം. ഹരീഷ് ശ്രീയെ കല്യാണം കഴിക്കുമ്പോ രാജു രമ്യയെ കല്യാണം കഴിക്കണം. ഈ കാര്യത്തെ കൂടെ ഒരു തീരുമാനം ഉണ്ടായാൽ മറ്റന്നാ ഹരീഷും ശ്രീയുമായുള്ള കല്യാണം. ഒരാഴ്ച കഴിഞ്ഞ് രമ്യ രാജുവായിട്ടുള്ള കല്യാണം. എന്താ? ആ, ഇനി രാജു ആണ് തീരുമാനം പറയേണ്ടത്. രാജുവിന്റെ ആ തീരുമാനത്തിലാണ് ശ്രീയുടെ ഭാവി ഇരിക്കുന്നത്. രാജു എന്തു പറയുന്നു? എനിക്ക് ഒന്ന് ആലോചിക്കണം. ആലോചിച്ച് പറഞ്ഞാ മതി. നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. മാത്രമല്ല, പ്രിയയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി സ്ത്രീധനവും ഞങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്യും. നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. മാത്രമല്ല, പ്രിയയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി സ്ത്രീധനവും ഞങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഞാൻ എസ് പറഞ്ഞ ശ്രീക്ക് ആഗ്രഹിച്ച ജീവിതം, പ്രിയയ്ക്ക് വീട് പണി തീർക്കാനുള്ള പണം, എല്ലാവരുടെയും സ്നേഹം. ഞാൻ നോ പറഞ്ഞ പ്രതീക്ഷയുടെ 1-ാം പടവിൽ നിൽക്കുന്ന എന്റെ കുടുംബം നിരാശയുടെ താഴത്തെ പടിയിലേക്ക് വീഴും. അവരുടെയൊക്കെ മുമ്പില് ഞാൻ വെറുക്കപ്പെട്ടവനാവും. രാജുവിന്റെ ആ തീരുമാനത്തിലാണ് ശ്രീയുടെ ഭാവി ഇരിക്കുന്നത്.
രമ്യയും ഞാനായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതം. നിന്റെ വാക്ക് എനിക്ക് വിശ്വാസം. എന്റെ കൈ തൊട്ട് വാക്ക് പറ. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്ക് തരുന്നു. മോനെ, നിനക്കറിയോ ഈ ആഭരണങ്ങൾ ഏതാണെന്ന്? ഇത് വിവാഹത്തിന് അണിയാനുള്ളതാണെന്ന് തോന്നുന്നല്ലോ. അതെ, കുറച്ച് പഴയത് തന്നെയാ. നിന്റെ അമ്മായി പത്മാവതിക്ക് വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ച പത്തരമാറ്റ് തങ്കം. കണ്ടു ഭ്രമിച്ചിട്ടുണ്ട്. പത്മാവതി ഈ വീട്ടിൽ നിന്നും പോകുമ്പോ ആഭരണങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചു കൊണ്ടുവന്നത് നിന്നിലൂടെ ഇതെനിക്ക് സ്വന്തമാക്കാനാ ദീപകെ. അമ്മ ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോവാ. ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോടികൾ, അതിരില്ലാത്ത ഭൂസ്വത്ത്, സ്വർണം, അങ്ങനെ എല്ലാം സർവവും ഇനി നമുക്ക് സ്വന്തം. പതിയെ എല്ലാ അധികാരങ്ങളും ഋതിക എന്ന കരുവിനെ മുന്നോട്ട് നീക്കി നമുക്ക് സ്വന്തമാക്കണം. സർവാധികാരം അത് ഉള്ളം കൈയിലേക്ക് വരുന്നതിന്റെ ഒരു ലഹരി. അതിനേക്കാൾ വലുതായി ഈ ലോകത്ത് വേറെ എന്തുണ്ട് മോനെ? ഇതെന്റെ ഒരു ഗിഫ്റ്റാ. മോളെ ഋതികെ, ഒന്നിങ്ങോട്ട് വന്നേ. ദീപകെ, ഋതുമോളുടെ അടുത്തേക്ക് നിൽക്കേ. രണ്ടുപേരും തൊഴുതു നിന്നോളൂ. നാളെ ഋതുമോള് ധരിക്കാനുള്ള ആഭരണങ്ങളാ. എന്താ രാജു? വീട്ടില് ചില വിശേഷങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാ. എന്താ അത്? ഇളയപ്പങ്ങളുടെ വിവാഹം നാളത്തേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. അതെന്താ രാജു? ഇവിടെ ഒരു വാ നടക്കുകയല്ലേ, അതിനിടയിലാണോ? ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആലോചനയാ. ഓ, ചെറുക്കന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഉറപ്പിച്ചു. അവര് തന്നെ തീയതി നിശ്ചയിച്ചു. നടക്കട്ടെ, ഒരു ശുഭകാര്യമല്ലേ. അപ്പോ നാളെ ഇവിടുത്തെ കല്യാണത്തിന് താനുണ്ടാവില്ല. അതെ സർ. ശരി, ആയിക്കോട്ടെ. മോനെ ദീപകെ, വാ.
ചെല്ല്